ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം മിനിമലിസം ആണ്. ഈ മിനിമലിസം എന്ന് നമ്മൾ അടുത്ത കാലത്തായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിങ് വേർഡാണ് അല്ലേ? എന്നാൽ മിനിമലിസം എന്ന് പറയുന്നത് ഒരു ട്രെൻഡിങ് വേർഡോ അല്ലെങ്കിൽ ഒരു പുതിയ കോൺസെപ്റ്റോ അല്ല. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകൾ പണ്ട് മുതലേ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് ശീലിച്ച് സക്സസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഒരു മിനിമലിസം എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിലൊക്കെ കയറി ചെല്ലുന്ന സമയത്ത് മെസ്സി ആയിട്ടുള്ള വീട്, റൂംസ്, അതേപോലെ ആലങ്കോലമായി കിടക്കുന്ന വാർഡ്രോബ്സ്, ഇതൊക്കെ കാണുമ്പം മൈൻഡിന് ഭയങ്കര ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു തലവേദനയൊക്കെ തോന്നാറുണ്ട് അല്ലേ? പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുള്ളത് അതെൻ്റെ മൂഡ് സ്വിങ്സ് കൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ മൈൻഡിൻ്റെ പ്രശ്നമാണെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതൊന്നല്ല. നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു അവസ്ഥയാണ് ഇങ്ങനെ മെസ്സി ആയിട്ട് കിടക്കുന്ന റൂംസ് അല്ലെങ്കിൽ നമ്മുടെ പരിസരം ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബ്രെയിനിനകത്ത് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടാവുകയാണ്. എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇനി എന്താണ് എന്നുള്ളൊരു ക്ലാരിറ്റി കുറവ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് മിനിമലിസം എന്നുള്ള ഒരു കോൺസെപ്റ്റിന് അല്ലെങ്കിൽ ആ ഒരു ജീവിത രീതിക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസും ഒരുപാട് ബുക്സും ഒക്കെ റെഫർ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാവാൻ പറ്റിയത്, ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഇന്ന് നമ്മുടെ മുന്നിലുള്ള സക്സസ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ജീവിത രീതി എന്ന് പറയുന്നത് മിനിമലിസം ആണ്. നമ്മുടെ മുമ്പിൽ ചോയ്സസ് കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ് പ്രധാന വെല്ലുവിളി. നമുക്കൊരു കാര്യം തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ ചോയ്സ് കൂടുതലാണ്. ഉദാഹരണമായിട്ട് നമ്മളൊരു ഷോപ്പിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുമ്പം, ഒരു ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുമ്പോൾ നമ്മളവിടെ കാണുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ അതങ്ങ് വാങ്ങുകയാണ്. അത് നമ്മുടെ അവിടെ നീഡാണോ അല്ലെങ്കിൽ അതെനിക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അത് വാങ്ങി വീട്ടിലെത്തുമ്പോഴായിരിക്കും ഇതേ പാറ്റേണിലുള്ള അല്ലെങ്കിൽ സെയിം അല്ലെങ്കിൽ അതേ ഷെയ്ഡുള്ള ഒരു കളർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലേ? അതേപോലെ അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള പാത്രങ്ങളൊക്കെ വാങ്ങിക്കൂട്ടും. പക്ഷെ വീട്ടിൽ അതേ സാധനങ്ങൾ ഉണ്ടാവും. അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ പുതിയത് കാണുമ്പോൾ പുതിയത് തിരഞ്ഞെടുക്കുക, അത് വാങ്ങുക, വീട്ടിൽ കൊണ്ടുവന്നിടുക, അങ്ങനെ കിടക്കുക. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പർച്ചേസ് ചെയ്യുമ്പോൾ, ഒരു സാധനം വാങ്ങുമ്പോൾ 2 പ്രാവശ്യം ആലോചിക്കുക. എനിക്കിത് വേണോ അല്ലെങ്കിൽ ഇതെൻ്റെ നീഡാണോ അല്ലെങ്കിൽ ഇതിന് പകരം വേറെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതില്ലാത്തത് കൊണ്ട് എനിക്ക് എന്താണ് ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്കത് നീഡാണ്, അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക. അതാണ് മിനിമലിസത്തിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ശീലിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ജീവിതത്തിൽ വന്നു ചേരാനുണ്ട്. മിനിമലിസം ഒരു മിനിമലായിട്ട് വളരെ കാമായിട്ട് സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. നമ്മുടെ മൈൻഡിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവും. നമ്മുടെ ഡ്രീംസ് ആയിക്കോട്ടെ, ഗോൾസ് ആയിക്കോട്ടെ, ഈവൻ റിലേഷൻഷിപ്പിൽ പോലും നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഇനി എന്ത് ചെയ്യണം, നോ പറയേണ്ടടുത്ത് നോ പറയാനും അക്സെപ്റ്റ് ചെയ്യേണ്ടടുത്ത് അക്സെപ്റ്റ് ചെയ്യാനും എല്ലാത്തിനും നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് മിനിമലിസത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനി രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കീശ കാലിയാവാതെ മണി സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കീശ കാലിയാവാതെ എന്ന് പറഞ്ഞാൽ തന്നെ മണി സേവിങ് ആണല്ലോ. അപ്പം നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വാങ്ങിയാൽ മതി, അല്ലാത്ത പൈസ നമുക്ക് സേവ് ചെയ്യാം. അങ്ങനെ ഒരു ഇയർ എൻഡൊക്കെ ആകുമ്പോൾ ഒരു സംഖ്യ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് നിരാശ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആശ ഉണ്ടാകുമ്പോഴല്ല നിരാശ ഉണ്ടാവുക. അതായത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അല്ലെങ്കിൽ അയൽവാസികൾ ഒക്കെ പുതിയ സാധനങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പം എനിക്കും അത് വേണം എന്നുള്ളൊരു തോന്നൽ, എനിക്ക് ആവശ്യമില്ല പക്ഷെ അവർ വാങ്ങുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വേണം എന്നുള്ളൊരു തോന്നൽ, അതിൻ്റെ പുറത്ത് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക. അപ്പം അതൊക്കെ ഒഴിവാക്കുന്നതിലൂടെ നമുക്കെന്താണ്, നിരാശ ഉണ്ടാവില്ല.
അതെനിക്ക് ആവശ്യമില്ലല്ലോ, പിന്നെന്തിനാ ഞാനത് വാങ്ങേണ്ട ആവശ്യം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മനസ്സമാധാനം. നമ്മുടെ മൈൻഡിന് പീസ്ഫുള്ളായിട്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് മൈൻഡിന് കൺഫ്യൂഷനില്ല, ഭയങ്കര ക്ലാരിറ്റിയാണ്, അതുകൊണ്ട് തന്നെ മനസ്സമാധാനം വരികയും ചെയ്യും. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രേരണ കൊണ്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നൊരു പ്രവണത ഉണ്ടല്ലോ. മറ്റുള്ളവരെ നിർബന്ധിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവർ വാങ്ങുന്നതുകൊണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കുക എന്നുള്ളത്. ഇനി ഇതിൻ്റെ മറ്റു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടും പരിസരമൊക്കെ ഭയങ്കര വൃത്തിയായിട്ട് അടുക്കും ചുറ്റോട് ഓർഗനൈസ് ആയിട്ടൊക്കെ കിടക്കുമ്പം നമുക്കൊരു ഫീൽ ഗുഡ് അല്ലേ, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു പോസിറ്റീവ് എനർജി വരും എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്താ, നമ്മുടെ കോൺഫിഡൻസ് ലെവല് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. അപ്പം നമുക്ക് മറ്റുള്ളവരത് കാണുമ്പോൾ അയ്യോ അതെനിക്കില്ല അല്ലെങ്കിൽ അത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമേ അവിടെ വരുന്നില്ല. നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും ഈ മിനിമലിസം സ്വീകരിക്കുന്നതിലൂടെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് സമയം സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ സമയം അല്ലേ, മറ്റുള്ളവർ വാങ്ങിക്കൂട്ടുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്തു കൂട്ടുന്നതായിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമുക്കത് ആവശ്യമില്ല, പക്ഷേ എന്നാലും നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ സമയമാണ് ഒരുപാട് അതിലൂടെ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ സമയം നമുക്ക് എഫക്റ്റീവായിട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് മറ്റൊരു ബെനിഫിറ്റ്. ഈ മെറ്റീരിയൽ പൊസഷൻ, ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക, അതന്നെ. അപ്പം അതൊക്കെ കുറക്കുന്നത് വഴി നമ്മുടെ കടം ഒക്കെ കുറക്കാൻ പറ്റും, അല്ലെങ്കിൽ കടമൊന്നും ഇല്ലാത്ത നല്ലൊരു സമാധാനമായിട്ടുള്ളൊരു ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി പ്രധാനപ്പെട്ട വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കും. നമ്മൾ ഹെൽത്തി ആയിരിക്കും, സമാധാനം ഉണ്ടാകുമ്പോൾ തന്നെ ഹെൽത്തി ആവുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര പ്രോസസ്ഡ് ഫുഡ്സ് അല്ലെങ്കിൽ ടിൻ ഫുഡ് കാര്യങ്ങളൊന്നും നമ്മൾ അധികം യൂസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് നിലനിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മൾ നേച്ചറിനോട് കൂടുതൽ അടുക്കും അല്ലേ. ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും. ഈ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരലൊക്കെ കുറക്കും. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ നേച്ചറിനോട് അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കും ഈ മിനിമലിസം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മിനിമലിസം എന്നുള്ളൊരു ജീവിതശൈലി പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കുറേ വള്ളികൾ നമ്മളെ തലയിൽ വരുന്നത് നമുക്ക് കുറക്കാൻ പറ്റും. അതിലൂടെ മനസ്സമാധാനം കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും മിനിമലിസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, ഒന്ന് ജീവിതത്തിൽ പകർത്തി നോക്കൂ. ഈ ഒരു ഇയർ 2026 മിനിമലിസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.